സോയ ചങ്ക്സ് എടുത്ത് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ച് കുതിർത്തി അത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടാകുമ്പോൾ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി, ചതച്ച വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, എരിവിന് ആവശ്യമുള്ളത് ഇട്ട് എടുക്കുക. അതൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 4 സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് കേട്ടോ. സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ചേർത്തത് ഒരു പിടി കുതിർത്ത കാഷ്യൂ നട്ടാണ് കേട്ടോ. എല്ലാം നന്നായി മൂത്ത് കഴിയുമ്പോൾ 2 പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. കുറച്ച് നേരം സിമ്മിൽ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും. തക്കാളി നന്നായിട്ട് വാടി കിട്ടുന്നത് വരെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. തക്കാളി നന്നായി വാടി കഴിഞ്ഞാൽ നമ്മുടെ വേവിച്ച് വെച്ച സോയ ചങ്ക്സ് ഇതിൽ ചേർക്കുക. അപ്പോൾ സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പ് സോയ ചങ്ക്സിലേക്കുള്ളത് മാത്രമാണ് ആദ്യം ചേർത്തത്. സവാളയിലേക്കും മസാലയിലേക്കുള്ള ഉപ്പ് നമ്മൾ വേറെ ചേർക്കണം. ഇനിയും ഒരു പണിയില്ല. എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇത് ഡ്രൈ റോസ്റ്റ് അല്ലേ, അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് എത്ര നേരം വയ്ക്കാൻ പറ്റുന്നോ ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നന്നായി വരട്ടി ഇങ്ങനെ എടുക്കുക. സിമ്മിൽ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ അത് ഗ്രേവിയോട് കൂടി കഴിക്കാൻ ആഗ്രഹമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക. നമ്മുടെ ബീഫ് ഫ്രൈ പോലത്തെ സോയ ചങ്ക്സ് ഫ്രൈ റെഡി.